വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. അമ്മേ ട്രെയിൻ വന്നാണെന്ന് ആറ് ഞാൻ കുളിച്ചിട്ട് ഗൈസ് പറ. ഹലോ, സർപ്രൈസ് ആയില്ലേ? സന്തോഷമായില്ലോടാ. ഇന്നെന്താ പോയിക്കാട്ടം പോലെ ഉണ്ടല്ലോ. സന്തോഷം എന്താണെന്ന് വെച്ചാൽ വീട്ടിലൊരിക്കലും സർപ്രൈസ് ആയി കയറിച്ചല്ലേ. രണ്ടുണക്ക ചപ്പാത്തിയൊക്കെ കിട്ടും. വീട്ടിൽ സർപ്രൈസ് ആയി ചെല്ലരുത്, അത്രയേ ഉള്ളൂ. ഹലോ ഗൈസ്, ഞാനങ്ങനെ വീട്ടിൽ പോവാണ്. വീട്ടിലൊന്നും വിളിച്ച് പറഞ്ഞില്ല. വീട്ടിൽ പറഞ്ഞ് പിണങ്ങിയിട്ട് വരത്തില്ല ഞാൻ ഇനി അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചാണ്. ഇന്ന് സർപ്രൈസായി വീട്ടിൽ പോവാണ്. എന്താവോ എന്തോ, അവിടെ ആരെങ്കിലും ഉണ്ടാവോ എന്തോ ഒന്നും അറിയത്തില്ല. വീട്ടിൽ പോവാണ് എന്തായാലും. 9:10 കൊച്ചുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനിലാണ് കയറിയത്. ഇതിൽ തിരക്കൊന്നുമില്ല, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായതുകൊണ്ട്. പക്ഷേ അത്ര വലിയ വൃത്തിയൊന്നുമില്ല. ഫ്ലോറൊക്കെ വെച്ചാൽ കിടന്നു, മഴ ആയതുകൊണ്ടായിരിക്കും. എനിവേ അൺറിസർവ്ഡിൽ തിരക്കില്ലാതെ പോകാൻ പറ്റിയല്ലോ. ഞാൻ ചുമ്മാ ടിഷ്യൂ എടുത്ത് ആ സീറ്റൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കി. നല്ല ചളി ഉണ്ടായിരുന്നു. എല്ലാവരും നമുക്കിങ്ങനെ കാണാൻ കഴിയായിരുന്നു വൃത്തികേട്. അപ്പോൾ ഞാനൊന്ന് വൈപ്പ് ചെയ്തു. എന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി അവിടെ ഇവിടെയൊക്കെ ടിഷ്യൂ എടുത്തൊന്ന് വൈപ്പ് ചെയ്തു. എനിക്ക് ഈ ട്രെയിനിൽ പോകുമ്പോൾ സൈഡ് വ്യൂ ഒന്നും കണ്ടിരിക്കുന്നത് വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് ബർത്തിലോ എവിടെയെങ്കിലും ഒക്കെ കയറി കിടക്കുന്നതാണ് ഇഷ്ടം. എന്നാൽ ഫോണിൽ എന്തെങ്കിലും സീരീസോ സിനിമയോ കാണുന്നതൊക്കെയാണ് ഇഷ്ടം. പക്ഷേ ഈ ട്രെയിൻ യാത്രയിൽ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് എനിക്ക് ബർത്തിൽ കയറിയിരിക്കാൻ പറ്റില്ല. 2 സ്റ്റേഷൻ കഴിഞ്ഞപ്പോഴേക്കും ഫുള്ള് തിരക്കായിരുന്നു. എല്ലാവരും ബർത്തിൽ കയറിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബർത്ത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ സൈഡ് സീറ്റിൽ തന്നെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ എങ്കിൽ നല്ല വെയിലുണ്ടായിരുന്നു. വെയിലൊക്കെ കൊണ്ട് ഞാൻ കരിവാളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 8 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞാൻ അങ്ങനെ കോഴിക്കോടെത്തി. എൻ്റെ ലഗേജൊക്കെ എടുത്ത് ഞാനൊരു ഓട്ടോയിൽ കയറി. എന്നിട്ട് കോഴിക്കോട് സ്റ്റാൻഡ് പിടിച്ചു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ട്രെയിനിലാണെങ്കിൽ ഒടുക്കത്തെ തിരക്കായിരുന്നു. കുറേ ഇടയ്ക്കോ അറിയാത്ത ചേട്ടന്മാരൊക്കെ ഹെൽപ്പ് ചെയ്താണ് ട്രെയിനിൽ നിന്ന് എനിക്ക് ഇത്ര ലഗേജ് ഇറക്കി തന്നത്. ഞാൻ അവരോടൊക്കെ നല്ല താങ്ക്സ് പറഞ്ഞു. പക്ഷെ ആരാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അവർക്ക് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ KSRTC സ്റ്റാൻഡിൽ നിന്ന് നേരെ എൻ്റെ നാട്ടിലോട്ടുള്ള ബസ് കയറി. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച്, നാട്ടിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് കയറി. കുറച്ച് ദൂരമേ ഉള്ളൂ. ലഗേജ് ഉള്ളതുകൊണ്ട് ഞാൻ ഓട്ടോ പിടിച്ചു. പിന്നെ വീട്ടിലാരും പിക്ക് ചെയ്യാൻ വരാൻ ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ വരുന്നുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ തന്നെ ഓട്ടോ പിടിച്ച് വീട്ടിലോട്ട് കയറി. ഫൈനലി ഞാൻ ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട് വീട്ടിലെത്തുമ്പോൾ. ഞാൻ രാവിലെ 8 o'clock ഇറങ്ങിയത്. രാത്രി 7:30 ആയി വീട്ടിലെത്താൻ. വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്, സക്സസ്ഫുള്ളി. അമ്മേ ട്രെയിൻ വന്നാണെന്ന് ആറ് ഞാൻ കുളിച്ചിട്ട് നോക്കാം. ഇത്രയും ബാഗ് ഇവിടെ ആണെന്നില്ല, അകത്ത് കൊണ്ടൊരു കാണിച്ചത്. ഇത്രയും ബാഗ് ഞാൻ ഒറ്റയ്ക്ക് എടുത്തു. ഞാനെത്തി. അമ്മമ്മേ ഹലോ ഗൈസ് പറ. ഹലോ. ഞാൻ പെട്ടെന്ന് വന്നു. സർപ്രൈസ് ആയില്ലേ? സന്തോഷമായില്ലേ? ഞാൻ ട്രെയിനിലേ നിങ്ങൾ വിളിച്ചത്, അതാ മനസ്സിലായി. ചിക്കുമില്ല ഇവിടെ. ഓക്കെ, ബൈ ബൈ. ഇത്രയേ ഉള്ളൂ വ്ളോഗ്. ബാക്കി വീട്ടിലെ വിശേഷങ്ങൾ കാണാം. റൂം മൊത്തം വൃത്തികേടായി കിടക്കുക. എൻ്റെ റൂമെല്ലാം ഇവർ ഗസ്റ്റ് റൂം ആക്കി. ഇതാ 2 ബെഡ്, 2 കട്ടിലൊക്കെ ഇട്ടിട്ടുള്ള വൃത്തികേടാക്കി. ഒക്കെയാണ് എനിക്ക് വൃത്തിയാക്കണം. എന്തായാലും ഞാനൊന്ന് കുളിച്ച് സെറ്റായിട്ട് എനിക്ക് വെച്ചൂടെ. ചിക്കുണ്ടാക്കിയാണോ മാഗിയുടെ? അല്ലെങ്കിൽ തന്നു. ഇതെന്താ കോഴിക്കാട്ടം പോലെ ഉണ്ടല്ലോ. മുറിക്കുന്നതിൻ്റെ കൂടെ ഒരു 8 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. നല്ല ടയേർഡാണ്. അപ്പോൾ പോയി കിടന്നുറങ്ങട്ടെ. വീട്ടിലിങ്ങനെ സർപ്രൈസായി വന്നാൽ, അതായത് ആരോടും മുന്നേ പറയാതെ വീട്ടുകാരെ അറിയിക്കാതെ വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിന്നാനൊന്നും ഉണ്ടാവില്ല. എല്ലാം അവർ തിന്ന് തീർത്ത്. കാരണം ഇവിടെ ചിക്കൻ ഉണ്ടായിരുന്നു, പായസം ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. എല്ലാം അവർ തിന്ന് പാത്രം കഴുകി വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ കയറി വരുന്നത്. എന്നിട്ട് ഇവിടെയുള്ള എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഇന്ന് കഴിച്ചത്. ഇനിയിപ്പോൾ നാളെ നല്ലോണം കഴിക്കാം. അപ്പം എൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ വീട്ടിലൊരിക്കലും സർപ്രൈസായി കയറി ചെല്ലരുത്. എല്ലാം വിളിച്ച് പറഞ്ഞ് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടേ വരാം. ഞാൻ രാവിലെ മുതൽ പട്ടിണിയായിരുന്നു. ട്രെയിനിൽ ഫുഡ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കഴിച്ചില്ല. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എനിക്ക് 2 ഉണക്ക ചപ്പാത്തിയാണ് കിട്ടിയത്. അപ്പോൾ വീട്ടിൽ സർപ്രൈസായി ചെല്ലരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ബൈ 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 ഗായ്സ്.